സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിൽ അതിലെ 41-ാമത്തെ ആയത്താണ് ഇവിടെ തുടങ്ങി വെച്ചത്. വദ്കുർ അബ്ദന അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. അതിൽ നമ്മൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലഘു വിവരണം നടത്തി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും പറഞ്ഞു. വദ്കുർ അബ്ദന അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കുകയും ചെയ്യുക. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചു കേണ സന്ദർഭം. ഇവിടെ നാദ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഉദ്ദേശം ദുആയാണ്. നമ്മൾ സാധാരണ ഒരാളെ വിളിച്ചു വരുത്തുക ചെയ്യുക, അതിനാണ് നിദാ അല്ലേ. അള്ളാഹുവിനോടുള്ള നിദാ അള്ളാഹുവിനോടുള്ള ദുആയാണ്. ഇത് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം, റബ്ബിനെ വിളിച്ച് ദുആ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്താണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്? അന്നി മസ്സനിയ ഷൈത്താനു, ഷൈത്താൻ എന്നെ ബാധിച്ചിരിക്കുന്നു. ബിനുസ്ബിൻ വഅദാബ്. നുസ്ബ് നമ്മൾ പറഞ്ഞു പ്രയാസം, ക്ഷീണം, മാനസികമായിട്ടുള്ള വ്യസനം, വിഷമം. അദാബ് എന്ന് പറഞ്ഞാൽ അലം, വേദന. ഇവിടെ ഈ ബ അതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ട്. ഷൈത്താൻ എന്നെ ബാധിച്ചു ബിനുസ്ബിൻ, നുസ്ബ് കൊണ്ട്, വഅദാബിൻ പ്രയാസം കൊണ്ടും അതേപോലെ തന്നെ അദാബ് വേദന കൊണ്ടും. അപ്പോൾ ഇവിടെ ബ തഅദിയത്ത് എന്ന് പറയും. തഅദിയത്ത് എന്ന് പറഞ്ഞാൽ ഷൈത്താൻ നുസ്ബിനെയും അദാബിനെയും എനിക്ക് ഏൽപ്പിച്ചു എന്നാണ്. ഷൈത്താനെ ഏൽപ്പിച്ചു എന്നർത്ഥം വരും തഅദിയത്തിനാകുമ്പോൾ. ഷൈത്താനാണ് നുസ്ബും അദാബും ഏൽപ്പിച്ചത്, വിഷമവും വേദനയും ഏൽപ്പിച്ചത് ഷൈത്താനാണ്. അതാണ് ഈ ബാക്ക് തഅദിയത്തിൻ്റെ ബ എന്നർത്ഥം പറയുമ്പോൾ വരിക. ചിലർ പറഞ്ഞ ആ ബ തഅദിയത്തിൻ്റെതല്ല, അത് സബബിൻ്റേതാണ്, സബബിയ്യ. അപ്പോൾ എന്താ അർത്ഥം? നുസ്ബ് ക്ഷീണം, പ്രയാസം, വിഷമം, അത് കാരണത്താലും, വഅദാബ് അലം വേദന കാരണത്താലും ഷൈത്താൻ എന്നെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എനിക്ക് നുസ്ബുണ്ട്, എനിക്ക് അലമുണ്ട്. ഇത് കാരണത്താൽ ഷൈത്താൻ എന്ത് ചെയ്യാണ്? എന്നെ ബാധിക്കുകയാണ്. ഷൈത്താൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? എൻ്റെ ക്ഷമ പരിശോധിക്കും വിധമുള്ള വസ്വാസ് സൃഷ്ടിക്കുകയാണ്, പ്രയാസങ്ങൾ തീർക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം? ബാ തഅദിയത്തിൻ്റെ എന്ന് പറയുമ്പോൾ നുസ്ബും അദാബും കൊണ്ടുവന്നതാരാണ്? ഷൈത്താനാണ്. ബാ സബബിയ എന്ന് പറയുമ്പോൾ നുസ്ബും അദാബും കൊണ്ടുവന്നതാരല്ല? ഷൈത്താനല്ല. പിന്നെ ഷൈത്താൻ കൊണ്ടുവരുന്നത് വേറൊന്നാണ്. അത് കൊണ്ടുവരാൻ കാരണം എന്താണ്? എനിക്കുള്ള നുസ്ബും അദാബുമാണ്. ഈ ബാക്കി രണ്ട് നിലക്ക് അർത്ഥം പറയും. ചിലർ ഈ ബൗൽ മുസാഹബ എന്ന് പറയും. നുസ്ബും അദാബും ഉള്ളതിനാൽ ഷൈത്താൻ എന്ത് ചെയ്യാണ്? വസ്വാസ് കൊണ്ട് എന്നെ പിടികൂടുകയാണ് എന്ന അർത്ഥത്തിൽ. അതും യഥാർത്ഥത്തിൽ ഈ സബബിൻ്റെയും മുസാഹബത്തിൻ്റെയും ഒരേപോലെ ഉള്ളൊരു മാന തന്നെയാണ്. രണ്ട് നിലക്കാണ് ഇതിനർത്ഥം വച്ചിട്ടുള്ളത്. പിന്നെ മുസാഹബത്തിൻ്റെ ബാ എന്ന് പറഞ്ഞാലും രണ്ട് തരത്തിലുള്ള അർത്ഥം വരിക. ഒന്ന്, ഷൈത്താനാണോ നുസ്ബും അദാബും ഉണ്ടാക്കിയത്? തഅദിയത്തിൻ്റെ ബാ എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ ഈ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ ഈ പരീക്ഷണം അത് കൊണ്ടുവന്നതാരാണ്? അത് ഷൈത്താനാണ്. അപ്പോൾ ശരീരത്തിൽ പിന്നെ പ്രയാസങ്ങൾ ബാഹ്യമായി കാണും വിധം, അതേപോലെ മനസ്സിന് പ്രയാസം തീർക്കപ്പെടുമാറ് വിധം പിന്നെ ഷൈത്താൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റും? അത് പറ്റൂല എന്ന് പറഞ്ഞവർ ഇവിടെ ബ സബബിയാണ്. ഉണ്ടല്ലേ? എനിക്കുള്ള ബലാവും അലമും നുസുബും കാരണത്താൽ ഷൈത്താൻ എന്ത് ചെയ്തു? എനിക്ക് പ്രയാസങ്ങൾ അതിനാലുണ്ടാക്കി, വിഷമമുണ്ടാക്കി, വസ്വാസ് ഉണ്ടാക്കി എന്നൊക്കെയാണ് ആ വിഭാഗം ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് നിലക്ക് അർത്ഥം വെച്ചാൽ ഇവിടെ പ്രശ്നമല്ല.
കാരണം ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ മനുഷ്യന് ശാരീരികമായിട്ട് പ്രയാസം തീർക്കും. ഷെയ്ത്താൻ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് പ്രയാസം തീർക്കും. നമ്മളതിന് ഒരു ഉദാഹരണം കഴിഞ്ഞ കുറി പറഞ്ഞു. മതങ്ങൾ നിസ്കരിച്ചപ്പോൾ നബിയിലേക്ക് തഫല്ലത്ത ഇലയ്യ ഇഫ്രീത്ത് മിനൽ ജിന്നറിലെ എന്നെക്കൊള്ള ഒരു ഇഫ്രീത്ത് മിനൽ ജിന്ന് വന്നു എന്നാണ് നിസ്കാരം പടക്കാക്കാൻ. മതങ്ങൾ അതുമായി നടത്തുന്ന മല്ലയുദ്ധം അത് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ചില ഹദീസുകളിൽ കാണാം നബിയോട് അനുവാദം ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോയൊരു സഹാബി ഖന്തഖ് യുദ്ധത്തിൽ നിന്ന് അവരുടെ വിരിപ്പിൽ ഒരു സർപ്പം കാണപ്പെട്ടു. ആ സർപ്പവുമായിട്ട് ഈ വ്യക്തി യുദ്ധം ചെയ്തു. ഇയാളുടെ വാൾ കൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് ആ സർപ്പത്തെ കുത്തി. ആ സർപ്പം പെടച്ചു. ഇയാളെ കൊന്നു. ഇയാൾ സർപ്പത്തെയും കൊന്നു. ഈ സഹാബിയെ കൊന്നു. സഹാബി പിന്നെ സർപ്പത്തെയും കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ സഹിഹായി ഉദ്ധരിക്കുന്ന സംഭവം. അതൊരു ജിന്നിൻ്റെ പ്രത്യാക്രമണമാണ്. അപ്പോൾ ഷെയ്ത്താൻ നുസ്ബിനെയും അദാബിനെയും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും നുസ്ബും അദാബും കാരണത്താൽ ഷെയ്ത്താൻ എന്നെ സ്വാധീനിച്ചു, എന്നെ ബാധിച്ചു എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തില്ല, അതിൽ പ്രശ്നമല്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു പ്രയാസത്തിന് പരീക്ഷണത്തിന് വിധേയനായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം അദ്ദേഹത്തിന് നുസ്ബായി അദാബായി അനുഭവപ്പെട്ടു. അതിന് കാരണമായിട്ട് ഷെയ്ത്താൻ വർത്തിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് കാരണത്താൽ ഷെയ്ത്താൻ അദ്ദേഹത്തെ പിന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകണം. അങ്ങനെ രണ്ട് നിലക്ക് അർത്ഥം പറഞ്ഞാലും പ്രശ്നമല്ല. ഈ തൊട്ടടുത്ത ആയത്ത് ഉർഖുദ് ബിരിജിലിക് ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ഇതിനാദ ഇതല്ലേ, ആ വിളി അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുകയും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ആ ഉത്തരം അതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഉർഖുദ് ബിരിജിലിക്, താങ്കളുടെ കാല് കൊണ്ട് താങ്കൾ അടിക്കുക. ഉർഖുദ് റക്കദ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് തല്ലണീന്നാണ് പറയാം. ഉർഖുദ് റക്കദ എന്നുള്ളത് ഉർഖുദ്. പക്ഷെ ഇവിടെ ബിരിജിലിക് എന്ന് പറഞ്ഞു, താങ്കളുടെ കാലുകൊണ്ട് എന്ന്. അതുകൊണ്ട് അത് എന്താണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ചികിത്സ പറയാണ്. അതുകൊണ്ട് ഈ പിന്നെ അടിക്കേണ്ടത് കാലുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് അവിടെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. ഉർഖുദ് ബിരിജിലിക് എന്ന് പറഞ്ഞു. ഉർഖുദ് ബിരിജിലിക്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് കാലുകൊണ്ട് മണ്ണിൽ തച്ചു. അപ്പോൾ അവിടെ വെള്ളം നിർഗളിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഹാദാ മുഗ്തസലുൻ, ഹാദാ ഇത് മുഗ്തസലുൻ, മുഗ്തസലാകുന്നു. മുഗ്തസൽ എന്ന് പറഞ്ഞാൽ അൽ മാഉ അല്ലദീ യുഗ്തസലു ബി, കുളിക്കാനുള്ള വെള്ളം. ഹാദാ മുഗ്തസലുൻ, ഇത് കുളിക്കുവാൻ കഴുകുവാൻ ഉള്ള വെള്ളമാകുന്നു. എങ്ങനെയുള്ള വെള്ളം? ബാരിദുൻ, ശീതളമായ തണുത്ത, ഇത് തണുത്ത വെള്ളമാകുന്നു, കുളിക്കാൻ കഴുകാനുള്ള വെള്ളം. വശറാബുൻ, പാനീയവുമാകുന്നു, ഷറാബുമാകുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈ പരീക്ഷണം തൊലിപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്, ഉള്ളിലുണ്ടായിട്ടുണ്ട്. തൊലിപ്പുറത്തും ഉള്ളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ തൊലിപ്പുറം അത് ഭേദമാകാനാണ് മുഗ്തസലും ബാരിദ്, തണുത്ത ഈ ശീതള ജലം. ഉള്ളിൽ ആ പ്രയാസം നീങ്ങാനാണ് ഷറാബ്, ഉള്ളിൽ സേവിക്കാനാണ് ഈ അതേപോലെ തന്നെ ഈ പാനീയം. അതുകൊണ്ടാണ് വശറാബ് എന്ന് പറഞ്ഞത്. അപ്പോൾ അകവും പുറവും ചികിത്സിക്കപ്പെടുന്നതിന് വേണ്ടി, ഭേദപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഈ ജലം കാലടിയിൽ നിർഗളിപ്പിച്ച് നൽകിയത്. മനസ്സിലായോ? അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കും. എനിക്ക് തോന്നുന്നത് ഇമാം അബൂ യഅല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്ത ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അനസ് പറയുകയാണ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ മകസ ബിഹി ഹാദൽ ബല 18 സന എന്നാണ്. 18 വർഷം ഈ ഈ പരീക്ഷണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഇടം പിടിച്ചു എന്നാണ്. അദ്ദേഹത്തെ 18 വർഷം അള്ളാഹു ഈ പരീക്ഷണം കൊണ്ട് പരീക്ഷിച്ചു. അങ്ങനെ ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം ഫറഫദഹുൽ ഖരീബ് വൽ ബഈദ്, അടുത്ത ബന്ധുക്കളും അകന്നവരും അദ്ദേഹത്തെ പിന്നെ കൈയൊഴിച്ചു. ഇല്ല റജുലാനി മിൻ അഖസി ഇഖ്വാനിഹി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങളിൽ 2 പേരൊഴിച്ച്, ആ 2 പേർ അദ്ദേഹത്തെ കൈയൊഴിച്ചില്ല. അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അടുത്തവരും അകന്നവരും അദ്ദേഹത്തെ പിന്നെ കൈയൊഴിച്ചു. പിന്നെ ഈ 2 ഇഖ്വാനിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത ഉറ്റ മിത്രങ്ങളായ 2 പേരെ കുറിച്ച് പറയുകയാണ്. അവർ 2 പേരും പ്രഭാതത്തിലും അയ്യൂബ് നബിയെ വിസിറ്റ് ചെയ്യും,
പ്രദോഷത്തിലും വിസിറ്റ് ചെയ്യും. എല്ലാ ദിവസവും ഈ 18 വർഷവും അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇദ്ദേഹത്തെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിസിറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. ഈ 2 പേരിൽ ഒരാൾ ഒരു ദിവസം കൂട്ടുകാരനോട്, അയ്യൂബ് നബിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞു, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തോ ഒരു വലിയ പാതകം ചെയ്തിട്ടുണ്ട്. ആ പാതകം ലോകത്താരും ചെയ്യാത്ത പാതകമാണ്. അള്ളാൻ്റെ മുമ്പിലാണ് ആ പാതകം ചെയ്തത്. അതുകൊണ്ടാണ് ഈ പരീക്ഷണം. അപ്പോൾ അയ്യൂബ് വലിയൊരു പാതകം ചെയ്തിട്ടുണ്ട് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ അവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണമെന്ന്. അപ്പോൾ പറയുന്നത് 18 വർഷമായിട്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വലിയ അപരാധം ചെയ്തിട്ടുണ്ട് എന്ന് ഇവരെന്ത് ചെയ്യാണ്, അയ്യൂബ് നബിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ 2 പേർ അടക്കം പറയാണ്. അങ്ങനെ ഇവർ 2 പേർ അയ്യൂബ് നബിയുടെ അടുക്കലെത്തിയപ്പോൾ പിന്നെ അയ്യൂബ് നബിയോട് പിന്നെ ഈ കേട്ട ആൾ പറഞ്ഞ്, നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളെന്തോ ഒരു തെറ്റ് അള്ളാഹുവിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അവരോട് പ്രതികരിക്കുകയാണ്, പിന്നെ നിങ്ങളോട് എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് പറയണത് എനിക്കറിയില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്, ഞാൻ 2 തർക്കിക്കുന്ന വ്യക്തികൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ ഈ തർക്കിക്കുന്ന 2 പേരും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാണ് പിന്നെ അവർ 2 പേരും എത്തനാസാനി പരസ്പരം തർക്കിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പറഞ്ഞ് വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും അന്യോന്യം തർക്കിക്കുന്നത് കണ്ട് ഞാൻ അവരുടെ അരികിലൂടെ നടന്നു പോയി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവർ അള്ളാഹുവിനെ ഹക്കിൻ്റെ വിഷയത്തിലല്ലാതെ ഇങ്ങനെ പിന്നെ പരാമർശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രായശ്ചിത്തം ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തു. അതിൻ്റെ പ്രയോഗത്തിൽ കാണാം, കറാഹിയത്ത് യുസ്കർ അല്ലാഹ് ഇല്ലാ ഫി ഹക്കിൻ എന്ന്. അതായത് ഇവർ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തതിൽ അത് കേട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തു, അവരുടെ സത്യത്തിൽ പ്രായശ്ചിത്തം ചെയ്തു. ഇങ്ങനൊരു കാര്യമല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്തത് ഞാൻ ഓർക്കണില്ല എന്ന് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരോട് 2 പേരും പറഞ്ഞു എന്നാണ്. ആ ഹദീസിൻ്റെ തുടർച്ചയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഈ ഭാര്യയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈ പിടിച്ച് അദ്ദേഹത്തിന് ആവശ്യ നിർവഹണത്തിന് പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ്. വീട്ടിൽ നിന്ന് ആവശ്യ നിർവഹണം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന നിർവഹണത്തിന് വേണ്ടിയിട്ട് ഭാര്യ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. എവിടേക്ക്? വെളിം പ്രദേശത്തേക്ക്. അങ്ങനെ ആ വെളിം പ്രദേശത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം ആവശ്യ നിർവഹണം നടത്താൻ വേണ്ടിയിട്ട് വിടും. ഭാര്യ മാറി നിൽക്കും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫഔഹല്ലാഹു ഇലാ അയ്യൂബ്, ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് വഹി നൽകി, അനിർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. എന്താ അവിടെ വെച്ചാണ് അള്ളാഹു അയ്യൂബിന് വഹി നൽകിയത്. ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഭാര്യ വിട്ടു നിന്നു. അപ്പോൾ പിന്നെ അള്ളാഹു വഹി നൽകി, താങ്കളുടെ കാലുകൊണ്ട് താങ്കൾ മണ്ണിൽ തല്ലുക. അപ്പോൾ ജലം നിർഗളിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ, ഇതാ ശീതളമായ കുളിക്കാനുള്ള കഴുകാനുള്ള ജലം, വശറാബുൻ പാനം ചെയ്യാനുള്ള പാനജലവും, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വഹി നൽകിയതാണ്. അങ്ങനെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, ഈ ജലം കൊണ്ട് കുടിച്ചു. ശരി, ഹദീസിൽ പറയാണ്, ഭാര്യ കുറേ വെയിറ്റ് ചെയ്ത്, സാധാരണ വരുന്ന ടൈമിൽ നിന്ന് വൈകി, ഭർത്താവ് വരുന്നില്ല. അപ്പോൾ ഭാര്യ എന്ത് ചെയ്ത്, കൊണ്ടുപോയി വിട്ടയിടത്തേക്ക് അങ്ങോട്ട് ചെന്നതാണ്. ഫബലഗതുഹു തന്ദുറു എന്നാണ്. അയ്യൂബ് നബിയുടെ അടുക്കൽ കൊണ്ടുവിട്ടയിടത്തേക്ക് അവരെത്തിയിട്ട് നോക്കിയെന്നാണ്. അപ്പോഴത്തേക്ക് ഭാര്യ വരുന്നത് കണ്ടപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വരികയാണ്. വരുമ്പോൾ കൊണ്ടുപോയി വിട്ട പോലെയല്ല. മനസ്സിലല്ലേ? ആ ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം, പിന്നെ ഫഅഹ്സനു മിമ്മാ കാന അലൈഹി എന്നാണ്. അദ്ദേഹം ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ എത്രയോ പിന്നെ സുന്ദരമായ രീതിയിലാണ് ഈ ആഗതൻ. അപ്പോൾ ഭാര്യ ചോദിച്ചു ഈ ആഗതനോട്, ഐ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു താങ്കളിൽ പിന്നെ ബർക്കത്തരുളട്ടെ, ഹൽ റഅയ്ത നബി അല്ലാഹ് ഹാദൽ മുബ്തല, ഈ പരീക്ഷിക്കപ്പെട്ട അള്ളാഹിൻ്റെ പ്രവാചകനെ നിങ്ങൾ കണ്ടോ എന്ന് ഈ ആഗതനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭാര്യ തന്നെ പറയാണ്, പിന്നെ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോഴും അയാൾക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സാദൃശ്യം ഉണ്ടായിരുന്നത്. നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ പരീക്ഷിക്കപ്പെട്ട നബിയുള്ള അള്ളാഹിൻ്റെ പ്രവാചകനായ അയ്യൂബ്, അയാളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യൂബ് നബി പറയാണ്, ഞാനാണ്
ആ അയ്യൂബ് എന്ന് പറയാണ്, ഞാനാണ് അയ്യൂബ് എന്ന് പറയാണ്. മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രണ്ട് ഈ അന്തറാൻ എന്ന് പറയും. അന്തറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കംഹിൻ്റെ ഈ ചോളം ഉണക്കണ എന്തായാലും പറയാം, പിന്നെ ഉണക്കണ സ്ഥലം, മറ്റൊന്ന് ഷഈർ ഗോതമ്പ് ഉണക്കുന്ന സ്ഥലം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലെ? രണ്ട് കാർമുകിലുകൾ വന്ന് ഈ പിന്നെ ഇതിന് മുകളിൽ നിൽക്കുകയും അങ്ങനെ ഒന്നിന് നേരെ സ്വർണം ഒഴുക്കുകയും മറ്റേതിന് നേരെ വെള്ളി ഒഴുക്കുകയും അത് ഹത്തഫാദ് എന്നാണ്. ഈ കളം ഉണ്ടല്ലോ, ഈ ഉണക്കണ കളം, അത് നിറഞ്ഞൊഴുകുമാർ എന്ത് ചെയ്തു എന്നാണ്. ഒന്നിൽ ഒരു കാർമേഘം സ്വർണം ഒഴുക്കി മറ്റൊന്നിൽ വെള്ളി ഒഴുക്കുകയുണ്ടായി എന്ന ഹദീസിൽ കാണാം. ഹദീസ് സഹിയാണ്. ഏതായാലും ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് ഈ ഒരു വിഷയം പറയുന്നത്, ഉർഖുദ് ബിരിജിലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. ഇത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള ദുആക്ക് ഉത്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇതെപ്പോൾ പറഞ്ഞു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാണ്. ഈ ഒരു സന്ദർഭത്തിലാണിത് പറയുകയുണ്ടായത്. അതോടൊപ്പം പിന്നെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരീക്ഷണം അത് 18 വർഷം നീണ്ടു നിന്നു. അദ്ദേഹത്തെ അടുത്തവരും അകന്നവരുമൊക്കെ കൈയൊഴിക്കുന്ന അവസ്ഥ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രങ്ങളായ സഹോദരങ്ങൾ അദ്ദേഹത്തോട് ഒപ്പമുണ്ടായി. പിന്നെ ഭാര്യയാണ് അദ്ദേഹത്തെ കൈ പിടിച്ച് കൊണ്ടുപോയി തൻ്റെ ആവശ്യ നിർവഹണത്തിന് വിട്ടിരുന്നത്, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിരുന്നത് എന്നാണ്. അപ്പോൾ ആ ഭാര്യ വലിയ ഒരു മഹദിയാണ്. പക്ഷേ തഫ്സീറുകളിൽ ഈ ഭാര്യയെ ഒരു പിന്നെ അപരാധിയായി ചിത്രീകരിക്കുന്ന ഒരു പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അത് ശരിയല്ല ശരിക്ക്. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയാം. അങ്ങനെ ചിത്രീകരണം എന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഇവിടെ പറയാം. ഉർഖുദ് ബിരിജിലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. വവഹബ്ന നാം അദ്ദേഹത്തിന് ദാനമായി കനിയുകയും ചെയ്തു. വവഹബ്ന നാം ദാനമായി കനിയുകയും ചെയ്തു. ലഹു അദ്ദേഹത്തിന് ലഹു എന്ന് പറഞ്ഞാൽ അയ്യൂബിന് അലൈഹിസ്സലാം. ആരെ കനിഞ്ഞു? അഹ്ലഹു അദ്ദേഹത്തിൻ്റെ അഹ്ലിനെ. അഹ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ. വമിസ്ലഹും മഅഹും, വമിസ്ലഹും അവർക്ക് തത്തുല്യമായതും അല്ലെങ്കിൽ അവരെപ്പോലുള്ളതും, മഅഹും അവരോടൊപ്പം. അപ്പോൾ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഖരീബും ബഈദും ഒക്കെ അദ്ദേഹത്തെ കയ്യൊഴിച്ചിരുന്നു എന്ന്. ആ കയ്യൊഴിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തിരിച്ചു നൽകി. മക്കളൊക്കെയും ശിഥിലപ്പെട്ടിരുന്നു, അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകോപിച്ച് നൽകി. ഭൂരിപക്ഷം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് പല മക്കളും മരിച്ചു പോയിരുന്നു എന്നാണ്. ആ മരിച്ചവരെ ജീവിപ്പിച്ച് നൽകി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കുടുംബത്തെ തിരിച്ചു നൽകി. വമിസ്ലഹും മഅഹും അവരോടൊപ്പം അവരെപ്പോലുള്ളതും നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടതുപോലെയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വീണ്ടും മക്കളായിട്ട് നൽകി. അദ്ദേഹത്തിന് വീണ്ടും സന്താന സൗഭാഗ്യം ഉണ്ടായി. അള്ളാഹു പറയുന്നത് റഹ്മതൻ മിന്ന. ഇത് നമ്മിൽ നിന്നുള്ള റഹ്മത്തെന്നോണമാണ്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമെന്നോണമാണ് ഇത് നൽകിയത്. വദിക്ര ലി ഉലിൽ അൽബാബ്. വദിക്ര ഉത്ബോധനം എന്ന നിലക്കും ആർക്ക്? ലി ഉലിൽ അൽബാബ് ലുബുള്ളവർക്ക്. ലബീബ് അൽബാബ്. ലുബ് എന്ന ബുദ്ധി ഉള്ള. അപ്പോൾ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉള്ളവർ. ഉലിൽ അൽബാബ് ലുബ് അൽബാബ് ഒക്കൂൽ എന്ന അർത്ഥത്തിൽ. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവർ. അപ്പോൾ ലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവർക്ക്. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് ദിക്റ ഉത്ബോധനം എന്ന നിലക്കും നമ്മിൽ നിന്നുള്ള റഹ്മത്ത് എന്ന നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകി. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹിബത്തായി ദാനമായി നൽകിയെന്നാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് അള്ളാഹിനോട് തേടിയത്? അള്ളാഹുവിനോട് ഒരിക്കലും അഹ്ലിനെ ചോദിച്ചിട്ടില്ല, മക്കളിൽ പോഷിപ്പ് ചോദിച്ചിട്ടില്ല. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് ഇവിടെ അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഇതിനാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. സൂറത്ത് അംബിയായിൽ എന്താ പറഞ്ഞത്? വഅയ്യൂബ് ഇതിനാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ.
അതാണ് പറഞ്ഞത്. അന്നി മസ്സനി അദ്ദുറു, എനിക്ക് ദുരിതമേറ്റിരിക്കുന്നു. വ അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീനായ കരുണാവാരിധിയായ കാരുണ്യവാന്മാരിൽ കരുണാമയനായ ഏറ്റവും കരുണാമയനായ അള്ളാഹുവാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റ നുസ്ബും അദാബും അത് പോക്കി, അദ്ദേഹത്തിന് ഏറ്റ ദുരിതം അത് പോക്കി. അതാണ് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അവിടെ സൂറത്ത് അംബിയായിൽ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉടനടി ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിൽ എന്തെല്ലാം ദുർറുണ്ടോ, അദ്ദേഹത്തിന് ഏറ്റ പ്രയാസമുണ്ടോ, അത് നുസ്ബാകട്ടെ അദാബാകട്ടെ എന്താവട്ടെ ഒക്കെയും കശഫ്ന എന്നാണ്, അദ്ദേഹത്തെ തൊട്ട് പോക്കി എന്നാണ്. വൈ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിനക്ക് എന്തൊരു ദുർറേറ്റോ അത് പോക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ്. ആ അള്ളാഹു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉത്തരം ദുആ കേട്ടു, വിളി കേട്ടു, ഉടനടി ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിനുള്ള എല്ലാ ദുർറും പോക്കി എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ പറഞ്ഞ എന്താണ്, വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിന. ഇവിടെ മിന്ന എന്നാണ്, അവിടെ മിൻ ഇൻദിന എന്നാണ്. അദ്ദേഹത്തിന് അഹ്ലിനെയും വമിസ്ലഹും മഅഹും അതും നൽകി. അത് പറയുന്നത് റഹ്മതൻ മിൻ ഇൻദിന, അംബിയായിൽ നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്ത് എന്നോണം. വദിക്റാ ലിൽ ആബിദീൻ, വദിക്റാ ലിൽ ആബിദീൻ, ഇവിടെ ഉലിൽ അൽബാബ് എന്നാണ്, അവിടെ ലിൽ ആബിദീൻ എന്നാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവർക്കുള്ള ഒരു ഉത്ബോധനം എന്ന നിലക്കുമാണ് എന്ന് പറയണം. മനസ്സിലല്ലേ? ഇവിടെ ഈ റഹ്മത്തൻ മിന്ന എന്നുള്ളതുണ്ടല്ലോ, അവിടെ റഹ്മത്തൻ മിൻ ഇൻദിന എന്ന് പറഞ്ഞു, നമ്മിൽ നിന്നുള്ള റഹ്മത്തായിട്ടാണ് അള്ളാഹു ഇതൊക്കെ നൽകിയത് എന്ന് പറയണം. മനസ്സിലെ? ആ ഒരു അള്ളാഹുവിൻ്റെ പ്രതികരണം, ഈ റഹ്മത്തൻ മിന്ന എന്നുള്ള ഇവിടുത്തെ പ്രതികരണം, അവിടെ റഹ്മത്തൻ മിൻ ഇൻദിന നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്ത് എന്നുള്ള പ്രതികരണം, അത് എന്തിനോടുള്ള പ്രതികരണം? അദ്ദേഹത്തിൻ്റെ ദുആയിനോടുള്ള പ്രതികരണം. അദ്ദേഹം ദുആ ചെയ്തപ്പോൾ അംബിയായിലെ ദുആയിൽ എന്താ പറഞ്ഞത്? അന്നി മസ്സനി അദ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ. കണ്ടോ? അള്ളാഹുവിനോട് വസീലയാക്കുകയാണ്. എന്താണ് വസീലയാക്കിയത്? അള്ളാഹിനോട് തേടുമ്പോൾ നീ അർഹമുർ റാഹിമീനാണ് എന്ന് വസീലയാക്കുകയാണ്. അല്ലേ? ആ വസീല ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അള്ളാഹുവിന് സമ്മതിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തെ അള്ളാഹുവിന് സമ്മതിക്കുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ വിളിച്ചത് എന്ത് ചെയ്യും? ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ തേടിയത്, അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിയിക്കും എന്നതാണ്. ഇവിടെ ഈ റഹ്മത്തൻ മിന്ന എന്നുള്ളത് അള്ളാഹു ഇവിടെ പറഞ്ഞു, റഹ്മത്തൻ മിൻ എന്തിനാ എന്നുള്ളത് അവിടെ പറഞ്ഞു. ആ ഒരു പ്രതികരണത്തിൻ്റെ പ്രത്യേകത എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടി തേടുന്നുവോ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സിഫത്തിനെ, അള്ളാഹുവിൻ്റെ ഇസ്മിനെ അനുസ്മരിക്കണം തേട്ടത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തെറ്റ് വന്നു, ആ തെറ്റിൽ നമ്മൾ പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട്, അള്ളാഹുവെ നീ ഗഫൂറാണ്, നീ ഗാഫിറാണ്, നീ ഗഫാറാണ്, നീ ഖൈറുൽ ഗാഫിരീൻ, നീ അഹ്ലുൽ തഖ്വ വഅഹ്ലുൽ മഗ്ഫിറയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തിനെ, അള്ളാഹുവിൻ്റെ പിന്നെ ഇസ്മിനെ എണ്ണിയിട്ട് നമ്മൾ ആ വിഷയത്തിൽ അള്ളാഹുവിനോട് തേടുമ്പോൾ ആ തേട്ടത്തിന് എന്തുണ്ട്? ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു അത് കൂടുതൽ കബൂലാക്കാൻ കരണീയമായിട്ടുള്ള തേട്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ശൈലിയിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ഇതേപോലെ ഒരു വിഷയം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ദുആ വളരെ ഒരു പിന്നെ ലത്തീഫായ ദുആ എന്നാണ്. ഇതിലെന്തുണ്ട്? ഒരു സവിശേഷത ഉണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി ഈ ദുആ ചെയ്യുമ്പോൾ അള്ളാഹിനോട് എനിക്ക് 18 കൊല്ലമായി, ഞാൻ പിന്നെ അതേപോലെ ശാരീരികമായി ഒക്കെ കഷ്ടപ്പാടിലാണ്, ദുരിതത്തിലാണ്, നീ എന്നെ കാണുന്നില്ലേ, നീ കേൾക്കുന്ന ഇതൊക്കെ മാറ്റണേ, ശിഫയാക്കണേ, എങ്ങനെ തേടുകയല്ല ചെയ്യണത്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ തേട്ടം? അവിടെ അന്നി മസ്സനി അദ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ അല്ലേ? പിന്നെ എനിക്ക് ദുരിതമേറ്റിരിക്കുന്നു, നീ കരുണയേകുന്നവരിൽ ഏറ്റവും വലിയ കരുണാമയനാണല്ലോ. ഇത്രയാണ്. ഇവിടെ അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വ അദാബ്, ഇത് അള്ളാഹിൻ്റെ മുന്നിൽ തൻ്റെ ഭവ്യത, വിനയത്വം, തൻ്റെ ആവശ്യകത, താൻ അള്ളാഹുവിനോട് പിന്നെ എൻ്റെ അടിയാനാണ്, ആവശ്യമുള്ളവനാണ് എന്നുള്ള നിലക്കുള്ള ഒരു അവതരണമായപ്പോൾ കണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ഫസ്തജബ്നാ ലഹു, ഉടനടി ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ ഉർഖുദ് ബിരിജിലിക ഹാദാ മുഖ്തസലും ബാരിദുൻ വശറാബ് എന്നുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ പിന്നെ ഒരു കാര്യം തേടുമ്പോൾ ആ തേട്ടം
അതിൻ്റെ ഒരു മികവ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു തികവ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ പറയുന്നത്. അതിപ്പോൾ അള്ളാഹിനോട് മാത്രമുള്ള തേട്ടത്തിലല്ല. ഇപ്പം മനുഷ്യരുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തിൻ്റെ ശൈലിയിൽ എന്തുണ്ട്, നമ്മളുടെ ആ ആവശ്യം പിന്നെ വീട്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഖലീഫ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പിന്നെ ഒരു ഭയങ്കര രൂക്ഷ പ്രകൃതനായിരുന്നു, കഠിന സ്വഭാവിയായിരുന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന അമവി ഭരണാധികാരി. ഒരു ദിവസം ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അയാളെ കാണുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ഈ വൃദ്ധ സ്ത്രീ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ വീട്ടിൽ പിന്നെ എലികൾ വടികളിൽ ഇഴഞ്ഞു നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. മറൽ ജുർദാനു പിന്നെ അലൽ അസ ഫി ബൈത്തി എന്ന് പറയുന്നുണ്ട്. എലികളൊക്കെ വീട്ടിൽ വടികളിൽ ഇഴഞ്ഞു നടക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ പിന്നെ സുലൈമാൻ അബ്ദുൽ മലിക് പറയാണ്, നിങ്ങളുടെ ആവശ്യം എത്ര മൃദുലമായ നിലക്കാണ് നിങ്ങൾ അവതരിപ്പിച്ചത്, എത്ര ഭംഗിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. നിങ്ങളുടെ വീട്ടിലെ എലികൾ ഈ ചീറ്റപ്പുലികൾ ചാടുന്നത് പോലെ ചാടുന്ന ഒരു നാളെ പുലരും എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഭംഗിയിൽ. അങ്ങനെ ആ വീട് മുഴുവൻ അദ്ദേഹം ധാന്യം നിറച്ചു എന്നാണ്. ഈ സ്ത്രീ പട്ടിണിയിലാണ്, അവിടെ എന്തില്ല, ധാന്യങ്ങളോ വിഭവങ്ങളോ ഒന്നുമില്ല, ഇല്ലായ്മയാണ് ആ വീടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് എലികൾ ഇങ്ങനെ എഴഞ്ഞു നടക്കണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ അവതരണം ഉണ്ടല്ലോ, അത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് വളരെ ഹൃദ്യമായി തോന്നി. അറബി ഭാഷയിൽ അത് ആ ഒരു പ്രത്യേക ശൈലിയാണ്, അറബി അറിയുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇവരുടെ പട്ടിണിയാണ് പറയുന്നത്, അല്ലാതെ എലികളുടെ വിശപ്പല്ല. പക്ഷേ പിന്നെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ആ പ്രയോഗത്തിൽ വായിച്ചു, ഈ വീട് മുഴുവൻ എന്താണ്, ദരിദ്രരാണ്, അവർ പട്ടിണിയിലാണ് എന്നുള്ളത്. ആ വീട് മുഴുവൻ ഈ ഒരു ചോദ്യത്തിൽ, ഈ അവതരണത്തിൽ ഖലീഫ പിന്നെ ധാന്യങ്ങൾ കൊണ്ട് നിറക്കുകയുണ്ടായി എന്നാണ് പിന്നെ ചരിത്രം, മനസ്സിലായി. അത് പിന്നെ അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ട് ഒരു യാചകൻ പിന്നെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് യാചിച്ചൊരു ഇതുണ്ട്. യാചകൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പിന്നെ ആളുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ചിലരൊക്കെ എന്തെങ്കിലും ഒരു നാണയത്തൊട്ട് എറിഞ്ഞാലായി, ഒന്നുമില്ല ചില. അപ്പോഴാണ് ഒരാൾക്കൊരു ഐഡിയ തോന്നിയത്. അയാൾ എന്ത് ചെയ്തു, ഒരു ബോർഡ് എഴുതി വെച്ച്, ഇയാൾ ബ്ലൈൻഡാണ്, യാചകൻ ബ്ലൈൻഡാണ്. ആ ബോർഡ് എഴുതി വെച്ചതാണ്, ഇപ്പോൾ വസന്തകാലമാണ്, പക്ഷേ അത് കണ്ട് ആസ്വദിക്കുവാനുള്ള കാഴ്ച എനിക്കില്ല എന്നുള്ളതാണ് ആ ബോർഡിൽ എഴുതിയത് ചില. അപ്പോൾ പിന്നെ ആളുകൾ വരുമ്പോൾ വായിക്കണ ഇതാണ്, ഇപ്പോൾ വസന്തകാലമാണ്, പക്ഷെ അത് കണ്ട് ആസ്വദിക്കുവാനുള്ള കാഴ്ച എനിക്കില്ല. അപ്പോൾ അത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, സങ്കടം, എല്ലാവരും പൈസ അറിയാൻ തുടങ്ങിയതാണ്, മനസ്സിലായി. അപ്പോൾ ഇതാണ് പിന്നെ പൊതുവേ വായിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്. അതായത് നമ്മൾ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനനുസരിച്ചാണ് അതിൽ നിന്ന് ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത്. അത് പടപ്പുകളുടെ അളവിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇവിടെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം, യാചന, മനസ്സിലല്ലേ, അതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയും അവരിൽ നിന്ന് വീഴ്ച വന്നപ്പോൾ അവരുടെ ദുആ എങ്ങനെയാണ്? അവരുടെ ദുആ പിന്നെ റബ്ബന ളലംന അൻഫുസന ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തു, അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങളോട് പൊറുക്കണേ, കരുണ കാണിക്കണേ എന്നുള്ള നേരിട്ടുള്ള ചോദ്യമല്ല. പിന്നെയോ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ തങ്ങളുടെ അടിയാന്മാരുടെ പിന്നെ അപര്യാപ്തത, അതേപോലെ തന്നെ തങ്ങളുടെ കുറവ്, തങ്ങളുടെ വീഴ്ച, തങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്ന നിലക്കുള്ള അവതരണമാകുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരിഗണനയെ നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കും എന്നുള്ളതാണ് ഈ ശൈലികളുടെ പ്രത്യേകത. ആ ഒരു അദബ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ നമുക്കും എന്തുണ്ടാണ്, അങ്ങനത്തെ നല്ല അദബുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തയ്യും ഇവിടെ പിന്നെ വദ്കുർ അബ്ദന അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ് ഉർഖുദ് ബിരിജ്ലിക് ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. ഇവിടെ ദിക്റാ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞു, ബുദ്ധി ഉള്ളവർക്ക് ഇത് ഉത്ബോധനമാണ്. അവിടെ വദിക്റാ ലിൽ ആബിദീൻ, ഇബാദത്ത് എടുത്ത് കഴിയുന്നവർക്ക് അത് ഉത്ബോധനമാണ് എന്ന് പറഞ്ഞ അംബിയായിൽ. ഇവിടെ ദിക്റ എന്ന് പറഞ്ഞപ്പോൾ എന്താ ദിക്റയിൽ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ ആ പരീക്ഷണങ്ങൾക്കപ്പുറം എന്തുണ്ട്, മോക്ഷവുമുണ്ട്, ഇല്ലേ. കഷ്ടപ്പാടിന് നാളുകളുണ്ട് എങ്കിൽ ഇഷ്ടത്തിൻ്റെ നാളുകൾ അതിനപ്പുറമുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുന്നൊന്ന് പ്രയാസമായിട്ട് വരികയാണെങ്കിൽ അതിനപ്പുറം ഒരു കുഴിയുണ്ട് എന്ന് വായിക്കാനാണ്.
അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളൊക്കെ പോയി ആശ്വാസത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നാളുകൾ അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഇത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ പരിമിതപ്പെട്ടൊരു വിഷയമല്ല. പിന്നെയോ അത് പിന്നെ അള്ളാഹുവിൻ്റെ അടിയാന്മാർക്കൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സുവിശേഷമാണ് എന്നുള്ള പാഠം അതാണ് ഇവിടെ. ദിക്റാലി ഉലിൽ അൽബാബ്, പിന്നെ ലുബ് ഉള്ള ആളുകൾക്ക് പിന്നെ ഉത്ബോധനമാണ്, അല്ലെങ്കിൽ ആബിദീങ്ങൾക്ക് ഉത്ബോധനമാണ് എന്നുള്ള പറയുന്നതിലുള്ള ആ ഉത്ബോധനം അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. തയ്യം. ഇനി ഇവിടെ അടുത്ത ആയത്തിൽ അതൊരു നമുക്ക് എടുക്കാം. വഖുദ് ബിയദിക ദിഗ്സൻ ഫദ്രിബ് ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സ്വാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സത്യം ചെയ്തു. അത് 100 അടി അടിക്കാനാണ്. അപ്പോൾ ആ സത്യം അതൊരിക്കലും പ്രവാചകനാണ് സത്യം ചെയ്തത്. ആ സത്യം ലംഘിക്കാവതല്ല, സത്യം പൂർത്തീകരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. വഖുദ് ബിയദിക്, താങ്കളുടെ കൈ കൊണ്ട് താങ്കൾ എടുക്കുക. വഖുദ്, താങ്കൾ എടുക്കുക. ബിയദിക്, താങ്കളുടെ കൈ കൊണ്ട്. ദിഗ്സൻ എന്ന് പറഞ്ഞെങ്കിൽ ഹുസ്മത്തൻ മിനൽ ഹഷീഷ്, ഒരു പിടി പുല്ല്, അല്ലെങ്കിൽ ചണ്ടി എന്നൊക്കെ പറയില്ലേ, പുല്ല്, ഉണക്കപ്പുല്ല്. ദിഗ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഉണക്കപ്പുല്ല്, വൈക്കോല് അല്ലെങ്കിൽ ഉണക്കപ്പുല്ലിനെ പറയും. വഖുദ് ബിയദിക്, താങ്കളുടെ കൈ കൊണ്ട് താങ്കൾ സ്വീകരിക്കുക, എടുക്കുക. ദിഗ്സൻ, ഒരു പിടി പുല്ല്. ഫദ്രിബ് ബിഹി, എന്നിട്ട് അടിക്കുക. ബിഹി, അതുകൊണ്ട്. വലാ തഹ്നസ്, താങ്കൾ ഒരിക്കലും സത്യം ചെയ്തത് ലംഘിക്കരുത്. വലാ തഹ്നസ്, താങ്കൾ സത്യം ചെയ്തത് ലംഘിക്കരുത്. ഇന്ന വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നമുക്ക് അവിടേക്ക് വരാം. ഇവിടെ എന്താണ് ഇവിടെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത സത്യം? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യം ലംഘിക്കാതെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളതാണ്. തഫ്സീറുകളിൽ ഇപ്പം നമ്മൾ സുലൈമാൻ നബിയുടെ വിഷയത്തിൽ പറഞ്ഞ കഥകൾ പോലെ, ദാവൂദ് നബിയുടെ വിഷയത്തിൽ പറഞ്ഞ കഥകൾ പോലെ പല കഥകളും ഈ വിഷയത്തിലുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പുസ്തകം എന്ന് പറയുന്ന കിതാബുകളിലും ചില വിഷയങ്ങളും ഭയങ്കര പ്രയാസകരാണ്. ഇവിടെ തഫ്സീറിൽ പറയുന്നത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ച് സഹിച്ച് കഴിയുന്നതായിരുന്നു. മനസ്സിലെ അദ്ദേഹം അന്നി മസ്സനിയ ഷൈത്താനു ബിനുസ്ബിൻ വഅദാബ് എന്ന് അള്ളാഹുവിനെ വിളിച്ച് പറയാൻ, അതേപോലെ അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ എന്ന് വിളിച്ച് കേഴാൻ അതിൻ്റെ ഒരു സന്ദർഭം പറയുന്നത്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭാര്യ ഒപ്പം നിന്ന് സഹായിക്കുമായിരുന്നു, താങ്ങുമായിരുന്നു, കൈപിടിച്ച് കൊണ്ടുപോകുമായിരുന്നു. ചിലപ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഈ മഹദിയുടെ മുടിക്കെട്ട് പിടിച്ചായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പലപ്പോഴും എഴുന്നേറ്റിരുന്നത് എന്നാണ്. ഒരു ദിവസം നോക്കുമ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയുടെ തലയിൽ മുടിയില്ല. മനസ്സിലായില്ലേ? ഭാഗമായിട്ട് മുടി കെട്ടിയിടുമായിരുന്നു, ആ മുടി കാണുന്നില്ല. അപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടെയാണ് മുടിയെന്ന്. അപ്പോൾ ഇവർ വെറുതെയിലാണ്, പിന്നെ കുടുംബം പട്ടിണിയിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ആളുകളോട് പിന്നെ സഹായം ചോദിച്ചപ്പോൾ നൽകിയില്ല. അപ്പോൾ അവരവരുടെ മുടി എന്ത് ചെയ്യാണ്, പകുതി മുടി ആദ്യം വിറ്റു, എന്നിട്ട് ആ കാശ് കൊണ്ട് പിന്നെ നിത്യവൃത്തിക്ക് ആവശ്യമുള്ളത് വാങ്ങി, പിന്നീട് ആവശ്യം വന്നപ്പോൾ ബാക്കിയുള്ള മുടി വിറ്റു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, അവർ പിന്നെ ഈ ജീവിത വൃത്തിക്കുള്ള വകുപ്പ് കണ്ടിരുന്നത്. അത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ല. മനസ്സിലെ തൻ്റെ ഭാര്യയുടെ മുടി പോലും ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം ഈ ദുആ വരെ നിർവഹിച്ചത്. അതുവരെ ക്ഷമിച്ച് ദുആ ചെയ്യാതെ കഴിയായിരുന്നു. അന്നി മസ്സനിയ ഷൈത്താനു ബിനുസ്ബിൻ വഅദാബ്, പിന്നെ അവിടെ അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ എന്ന് അപ്പോഴാണ് ദുആ ചെയ്തത് എന്നാണ്. തഫ്സീറുകളിൽ തന്നോട് ചോദിക്കാതെ ഭാര്യ ഇങ്ങനെ ചെയ്തത് കാരണത്താൽ, ഭാര്യ ഇങ്ങനെ മുടി വിറ്റ് വരുമാനം കണ്ടതിനാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ 100 അടി അടിക്കുമെന്ന്
ആ ദേഷ്യത്തിൽ ശപഥം ചെയ്തു എന്ന് ചില തഫ്സീറുകളിലുണ്ട്. തന്നോട് ചോദിക്കാതെ ഇങ്ങനെ ചെയ്തതിലാണ്. അങ്ങനെ ചില തഫ്സീറുകളുണ്ട്. ചില തഫ്സീറുകളിൽ ഭാര്യയുടെ മുമ്പിൽ ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടു ഒരു വൈദ്യൻ്റെ രൂപത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു വൈദ്യനാണ്, നിങ്ങളുടെ ഭർത്താവിനെ ചികിത്സിക്കാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വന്ന് ഭർത്താവിനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്മതമല്ലാതെ ഭാര്യ ഈ വൈദ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയല്ലേ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നോട് ഒരു മഷൂറല്ലാതെ ഇങ്ങനെ ഒരു വൈദ്യനെ ശൈത്താനെ ക്ഷണിച്ചതിനാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടിട്ടാണ് 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തത്. അങ്ങനെ തഫ്സീറുകളിൽ കാണാം. ശൈത്താൻ ഒരാടിനെ ബലി നൽകാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ രോഗാവസ്ഥ ഈ നീണ്ട വർഷങ്ങളിൽ, അതേപോലെ വീട്ടിലെ പരാധീനത ഈ നീണ്ട വർഷങ്ങളിൽ, ഇതായത് കാരണത്താൽ അവർ ഒരാടിനെ അറുത്തു. ശൈത്താൻ പറഞ്ഞതനുസരിച്ച്, ശൈത്താനാണെന്ന് അവർക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ബലി നൽകിയാൽ ശമനം എന്ന് പറഞ്ഞപ്പോൾ അവരത് ചെയ്തു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അതറിഞ്ഞതിനാലാണ് ഇങ്ങനെ ശപഥം ചെയ്തത് എന്ന് ചില തഫ്സീറുകൾ. അതൊക്കെ തഫ്സീറുകളാണ്, വിശ്വസ്തമായിട്ടുള്ള ഒരു റിവായത്തും ആ വിഷയത്തിൽ വായിക്കുന്നില്ല. ഈ വിഷയത്തിൽ തഫ്സീറുകളിൽ വന്ന അഭിപ്രായങ്ങളാണ്. ഏതായാലും ചില പണ്ഡിതന്മാർ ഇത്തരം റിവായത്തുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊരു സത്യം വന്നു എന്നുള്ളത് ശരിയാണ്. ആ സത്യം ലംഘിക്കാതെ അതിൽ നിന്ന് ഒരു മാർഗം, രക്ഷപ്പെടാനുള്ളൊരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതും ശരിയാണ്. തഫ്സീറുകൾ വന്നത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. അതെന്താണ്? അതാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു പറഞ്ഞു, വഖുദ് ബിയദിക്, താങ്കളുടെ കൈകൊണ്ട് താങ്കൾ പിടിക്കുക, ദിഗ്സൻ, ഒരു കെട്ട് പുല്ല്, ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ചെയ്യുക. വലാ തഹ്നസ്, സത്യം ചെയ്തത് ഒരിക്കലും ലംഘിക്കരുത്. ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ, മസ്അലകളുണ്ട്. അതെന്താ? 100 അടി അടിക്കാനാണ് സത്യം ചെയ്തത്. പക്ഷേ ഭാര്യയുടെ വിഷയത്തിലാണ് ഈ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊരു മഹനീയ മഹദിയാണ്. അവർക്ക് കുറേ മഹത്വങ്ങളുണ്ട്. കാരണം ഒരു ഭർത്താവിനോടൊപ്പം ഇത്രയും കാലം ക്ഷമിച്ച് സഹിച്ചവർ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർക്ക് വലിയ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആ മഹദിയെ അവർക്ക് വിനയാകും വിധം, വേദനയാകും വിധം, ഉപദ്രവമാകും വിധം അവരെ തല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചില്ല. എന്നാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ സത്യം പൂർത്തീകരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഒരു കെട്ട് പുൽക്കൊടി കൊണ്ട് അടിച്ചാൽ, മനസ്സിലായില്ലേ, അത് മേനിയിലൊരു സ്വാധീനം ഉണ്ടാക്കില്ല, ഒരു പോറലും ഏൽക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യം ലംഘിക്കാതിരിക്കാൻ അങ്ങനെ ഒരു പുൽക്കെട്ടുകൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഇതൊക്കെ തഫ്സീറുകളിൽ നമ്മൾ ഈ വിഷയത്തിൽ വായിക്കുന്നതാണ്. വൽ ഇൽമു ഇൻദല്ലാഹ്, അല്ലാഹു അഅലം. പണ്ഡിതന്മാരിവിടെ ഒരു മസാല പറയും. അതെന്താണ്? ഇത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമുള്ളൊരു വിഷയമാണോ, അതല്ല ഇത് നമ്മളുടെ ഉമ്മത്തികൾക്കും ബാധകമാക്കാവുന്നൊരു വിഷയമാണോ? അതായത് ഇപ്പോൾ ഒരാൾ ഒരു അപരാധം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ശരീരം ശോഷിച്ച ഒരു പ്രയാസം, ശാരീരികമായി വളരെയധികം ശുഷ്കമായ അവസ്ഥയുള്ള ഒരു വ്യക്തി, ഒരു അവിവാഹിതൻ ഒരു അപരാധം ചെയ്തു, വ്യഭിചാരം ചെയ്തു എന്നൊക്കെ. അപ്പോൾ അയാളെ 100 അടിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അയാൾ തകിട് പൊടിയാവും, ഇതല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളാണ് ഇല്ലേ ഇതേപോലെ ഒരു പുൽക്കെട്ട് കൊണ്ട് 100 തികയും വിധമുള്ള ഒരു അടിക്കാൻ പറ്റും, അല്ലേ. അപ്പോൾ പൂർവ്വകാലത്തുള്ളവരുടെ ഷറ നമുക്കും ഷറആണ് എന്ന നിലക്ക് ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യാം എന്ന് ഇവിടെ ഒരു മസാല പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതില്ല, ഇത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പ്രത്യേകം അയ്യൂബ് നബിയെ വിളിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് ഇത് അയ്യൂബ് നബിക്ക് ഖാസായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മളുടെ ഉമ്മത്തികൾക്ക് ബാധകമാക്കുന്ന ഒരു വിധി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അങ്ങനെ ചെയ്യാം എന്നുള്ള അഭിപ്രായമാണ് ശരിയോട് അടുത്തത്, മനസ്സിലായില്ലേ. ഇങ്ങനെ ദുർബലമായ അവസ്ഥയിലാണ് എങ്കിൽ, ഒരു വ്യക്തി ശിക്ഷയ്ക്ക് വിധേയമാണ് എങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള അഭിപ്രായമാണ് ശരിയോട് അടുത്തത്. ഏതായാലും അങ്ങനെ ഒരു മസാല ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതോടെ നിൽക്കട്ടെ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്.
ഇന്ന വജദ്നാഹു സ്വാബിറ, ഇന്ന തീർച്ചയായും നാം, വജദ്നാഹു നാം അദ്ദേഹത്തെ കണ്ടു, സാബിറൻ, സാബിറൻ എന്ന് പറഞ്ഞാൽ ക്ഷമാലുവായിട്ട്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു സാക്ഷിയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നുള്ളൊരു മഹനീയ സാക്ഷിയാണ്. ക്ഷമാലുവായിട്ട് നാം അദ്ദേഹത്തെ കാണുകയുണ്ടായി. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര കാലം മുമ്പ് ജീവിച്ചാണ്. എന്നേക്കും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നുള്ളൊരു സാക്ഷ്യമാണ് ഇത്. ഇന്നാ വജദ്നാഹു സാബിറൻ. അവിടെ തീർന്നില്ല. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നിഅമൽ അബ്ദു, എന്താ നിഅമൽ അബ്ദു? നിഅമൽ അബ്ദു അയ്യൂബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും എത്ര നല്ല ദാസനാകുന്നു, എത്ര നല്ല ദാസനാകുന്നു. നിഅമൽ അബ്ദു, ഈ ദാസൻ എത്ര നല്ലവനാകുന്നു. ഈ ദാസൻ എന്ന് പറഞ്ഞാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസയാണ്. അള്ളാഹു ഒരാളെ ഇങ്ങനെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് മറ്റൊരു പ്രശംസൻ്റെ ആവശ്യമില്ല. നിഅമൽ അബ്ദു. പിന്നെ അള്ളാഹു പറയുന്നത് ഇന്നഹു അവ്വാബ്, തീർച്ചയായും അദ്ദേഹം അവ്വാബാകുന്നു. അവ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ, ഖേദിച്ച് മടങ്ങുന്നവൻ, വിനയപ്പെട്ട് മടങ്ങുന്നവൻ എന്നൊക്കെ അർത്ഥം. ഇന്നഹു അവ്വാബ്. നമുക്കിത് വന്നില്ലേ, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് എന്ന് മുമ്പ് വന്നില്ലേ? ദാവൂദ് നബിൻ്റെ വിഷയത്തിലാണ് വന്നത്, സുലൈമാൻ നബിൻ്റെ വിഷയത്തിൽ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിലാണ് വന്നത് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇവിടെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിലും നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. മനസ്സിലായോ? അവിടെ നോക്കി നിങ്ങൾ, രണ്ടാളെക്കുറിച്ചും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും എത്ര നല്ല ദാസനാകുന്നു അയ്യൂബ്, ഇന്നഹു അവ്വാബ്. അവിടെ എത്ര നല്ല ദാസനാകുന്നു സുലൈമാൻ, ഇന്നഹു അവ്വാബ്. പക്ഷെ രണ്ടാളുടെയും ഈ വിശേഷണം അള്ളാഹു നൽകാൻ രണ്ടാളുടെയും വിഷയം വേറെ വേറെയാണ്, ഭിന്നമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടേത് എന്താണ്? രണ്ടാളുടേതും ബല ആണ്, പരീക്ഷണമാണ്. സുലൈമാൻ നബിൻ്റെയും പരീക്ഷണമാണ്, ഇതും പരീക്ഷണമാണ്. സുലൈമാൻ നബിനെ കുറിച്ച് സുലൈമാൻ നബി പറഞ്ഞ എന്താണ്? ലിയബ്ലുവനി, ഇതെന്നെ പരീക്ഷിക്കാൻ വേണ്ടി, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ ഉണ്ട്. സുലൈമാൻ നബിയുടേതും പരീക്ഷണമാണ്, ഇതും പരീക്ഷണമാണ്. പക്ഷേ ഒരു പരീക്ഷണം എന്താണ്? നിഅമത്ത് നൽകി ശുക്ർ ചെയ്യുമോ എന്നുള്ള പരീക്ഷണമാണ്. ഇവിടെ രോഗം നൽകി, വേദന നൽകി സബ്ർ കാണിക്കുമോ എന്നുള്ള പരീക്ഷണമാണ്. ശരി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നിഅമത്ത് കൊടുത്ത് പരീക്ഷിച്ചു, അദ്ദേഹം ശുക്ർ ചെയ്തു. അതിനാൽ അള്ളാഹു പറഞ്ഞു നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് രോഗം നൽകി, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കൊണ്ട് അതിനെ പ്രതികരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ചില പണ്ഡിതന്മാർ പറയാണ്, പിന്നെ രണ്ടിനും പ്രശംസ ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഇതിൽ പ്രയാസം തന്ന് ക്ഷമ കാണിച്ച് ഇങ്ങനെ ഒരു വിധി നേടാനാണോ, അതല്ല ഔദാര്യം തന്ന് അതിനോട് നന്ദി കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വിധി നേടാനാണോ? എന്തിനാ നമ്മൾ സുലൈമാൻ നബിനെ പോലെ ഔദാര്യം കിട്ടിയിട്ട് അതിന് നന്ദി കാണിച്ചിട്ട് ഇങ്ങനെ ഒരു നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് ഇത് നേടാനാണോ, അതല്ല വലിയ പരീക്ഷണ കയത്തിൽ അകപ്പെട്ട് അതിനോട് ക്ഷമയിൽ പ്രതികരിച്ചിട്ട് ഇങ്ങനെ ഒരു വിധി നേടാനാണ്? എന്തിനാണ് നമ്മൾ കൊതിക്കേണ്ടത്? ചില പണ്ഡിതന്മാർ പറഞ്ഞത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പോലെ അതായത് അള്ളാഹു അനുഗ്രഹം നൽകി അതിനോട് നന്ദിയിൽ പ്രതികരിച്ചിട്ട് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ള ഒരു വിധി നേടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ്. തയ്യിബ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 3 കഥകളെ വിശദീകരിച്ചു. കുറച്ച് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും സുലൈമാൻ നബിയുടെയും അയ്യൂബിൻ്റെയും. ഇനി മറ്റു ചില നബിമാരുടേത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ചുരുങ്ങിയ നിലക്കുള്ള ഒരു അനുസ്മരണമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.